ആ കുട്ടികൾ വീട്ടുജോലി ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ടിയാൻറ്റിയനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. നിങ്ങൾ പേടിക്കണ്ട, അവള് കൊച്ചുകുട്ടിയല്ലല്ലോ. അവളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശരി, ഞാൻ ഉറപ്പായിട്ടും പോണം. ഞാൻ വേഗം തിരിച്ചു വരാം. എനിക്കറിയാം, നിങ്ങൾ പേടിക്കണ്ട. സൂക്ഷിച്ചു പോകണേ. അവിടെ ചെന്ന് വിളിക്ക്. മോളെ, നീ എണീറ്റോ? അച്ഛൻ എവിടെ? അച്ഛൻ ടൗണിൽ ജോലിക്കാര്യത്തിന് പോയേക്കുവാ. നമ്മൾ ഇന്ന് വീട്ടിൽ തന്നെ. അമ്മ, എനിക്കിടാൻ നല്ലൊരു തുണിയില്ലല്ലോ. ഈ മഴയിനി എപ്പ നിക്കാനാ? ടിയാൻ ടിയാൻ, മഴ നിന്നു. എന്നോടൊപ്പം വന്ന് തുണി കഴുക. എന്ത്? ഞാൻ എന്തിനാ? ഒരുപാട് അഴുക്ക് തുണിയുണ്ട്. ഇപ്പൊ തന്നെ കഴുകണം, എന്നാലേ വൃത്തിയുള്ള തുണി കൊടുക്കാൻ പറ്റൂ. ഞാൻ ചെയ്യില്ല അമ്മേ. എനിക്ക് തുണി എങ്ങനെ കഴുകണ്ടെന്ന് പോലും അറിയില്ല. നീ ഒരു കൊച്ചുകുട്ടിയല്ല. നിന്റെ കാര്യം നീ തന്നെ നോക്കണം. ഇന്ന് നീ നിന്റെ തുണി തന്നെ കഴുകിക്കോ. അമ്മ, എനിക്ക് എങ്ങനെ കഴുകണ്ടെന്ന് അറിയില്ല. കണ്ടില്ലേ, ഇത് വളരെ പാടുള്ള ജോലിയോ. ഇത് ഒരുപാട് അഴുക്കാണ്. അതിനെ ഉരച്ചു കഴുകിയാ മതി. പെട്ടെന്ന് കഴുകിയാലേ അമ്മയ്ക്ക് ഉച്ചയ്ക്കുള്ള ആഹാരം വെക്കാൻ പറ്റൂ. നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടാ പോരെ? എന്തിനാ കൈകൊണ്ട് അലക്കുന്നേ? കാരണം മെഷീൻ ഒത്തിരി വലിയതല്ലേ, വണ്ടിക്കകത്ത് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ഉപയോഗിക്കണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഇതുപോലത്തെ മെഷീനൊന്നും ഇല്ലായിരുന്നു. എല്ലാം കൈകൊണ്ട് തന്നെ ചെയ്യണം. അതിനിത് അമ്മയുടെ കാലമൊന്നും അല്ല, ഇതിപ്പോ എന്റെ കാലമാണ്. പക്ഷെ ഒരു ദിവസം ഞാൻ നിന്നോടൊപ്പം ഇല്ല, വാഷിംഗ് മെഷീനും ഇല്ലെങ്കിൽ ഈ തുണിയെല്ലാം പിന്നെ നീ എങ്ങനെ കഴുകും? നമ്മൾ കുളത്തിൽ കുറെ ആമകളുണ്ട്. വേഗം വാ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനെ പിടിച്ചോണ്ട് പോകും. നിക്ക്, ഞാൻ പോയി മീൻ വല എടുത്തോണ്ട് വരാം. നീ എവിടുന്ന് പോകുന്നില്ല. അമ്മേ, തുണി കഴുകി തീർന്നില്ലല്ലോ. ഇപ്പൊ നീ കളിക്കണ്ട. അപ്പൊ ശരി, നമുക്ക് പിന്നെ കാണാം. എന്താമ്മേ, ഞാൻ എന്തുകൊണ്ട് കളിക്കാൻ പാടില്ല? നിന്റെ തുണി കഴുകി തീരുന്നവരെ നീ കളിക്കാൻ പോകുന്നില്ല. എനിക്ക് അമ്മയെ ഇഷ്ടമല്ല. എനിക്ക് വെറുപ്പാണ്, വെറുപ്പാണ്. എന്താന്നാലും ഞാൻ കഴുകില്ല. ഊണ് റെഡിയാണ്, വന്ന് കഴിക്ക്. ഞാൻ വരുന്നില്ല, എനിക്ക് വേണ്ട. വരാന്നല്ലേ പറഞ്ഞേ? വരുന്നില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യില്ല. സാരമില്ല, ഒരു ചെറിയ മയക്കം മാത്രമേ ഉള്ളൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. നിനക്ക് വിശക്കുന്നില്ലേ? അടുക്കളയിൽ ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട്, ചെന്ന് കഴിക്ക.
പക്ഷെ ഒരു ദിവസം ഞാൻ നിന്നോടൊപ്പം ഇല്ല, വാഷിംഗ് മെഷീനും ഇല്ലെങ്കിൽ ഈ തുണിയെല്ലാം പിന്നെ നീ എങ്ങനെ കഴുകും? സഹായ്, ഞാൻ വരുന്നില്ല. ഞാൻ ഇപ്പൊ ഇവിടുത്തെ വീട്ടു ജോലി നോക്കിക്കൊണ്ടിരിക്കുക. ഈ കാണുന്ന അഴുക്ക് ഒരച്ചു കളഞ്ഞാ മതി. നിന്റെ അമ്മ ഇല്ലല്ലോ? എന്താ? ഞാൻ പിടിച്ച് കണ്ടോ? ഇതെത്ര ചെറുതാണ് കാണാൻ. കുളത്തിലെ കൊറേ ഉണ്ട്. ഞാൻ ബോട്ടിൽ കൊണ്ടുവരാം, നമുക്ക് പിടിക്കാം. നീ എന്റെ ഒപ്പം വരുന്നോ? പക്ഷേ എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. നിന്റെ ഇഷ്ടം. ശരി, നീ ആയതുകൊണ്ട് ഞാൻ പറയാം. കൊറേ ചളി ഉണ്ടായാൽ നമ്മൾ കൊറേ പൗഡർ ഇടേണ്ടി വരും. ഇത് പ്രശ്നമല്ലെന്നേ. 3 പ്രാവശ്യം തിരുമ്പിയാ മതി. കഴിഞ്ഞോ? ദാ വന്നു. തുണി കഴുകുന്നത് അത്ര പാടുള്ള ജോലിയൊന്നുമല്ല. അമ്മ കുറച്ച് റെസ്റ്റ് എടുക്ക്. സാരമില്ല, എനിക്കിപ്പോ സുഖം തോന്നുന്നുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. നന്ദിയുണ്ട് ടിയാൻ. അമ്മക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? കൊച്ചുകള്ളി, എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്ത് പറ്റി? ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ? അമ്മ തുണി കഴുകിയതുകൊണ്ട് നല്ലോണം പനി പിടിച്ചു. ചെറിയൊരു മയക്കം മാത്രം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അച്ഛാ, ഇങ്ങോട്ട് നോക്കിയേ. ഈ തുണികളെല്ലാം ഞാനാ കഴുകിയത്, എന്റെ കൈ കൊണ്ട്. നമ്മുടെ മോള് ശരിക്കും വളർന്നു. നീ കലക്കി മോളെ. ഞാൻ വിചാരിച്ചതിനേക്കാളും നീ മിടുക്കിയാണ്. എനിക്ക് നിന്റെ കുറെ പഠിക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാനാണെന്ന് ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ നമ്മുടെ ഫേവറേറ്റാ ഉണ്ടാക്കാൻ പോകുന്നത്. ചെയ്യാൻ ആ ടോഫു ഇങ്ങ് തന്നെ. ശരി, ആ ടോഫു എവിടെയുള്ളത്? ടോഫു ഇല്ലെന്നോ? എന്നാ ഞാൻ ഗാർലിക് റൈസ് ഉണ്ടാക്കാം. അത് കാണാൻ എങ്ങനെ ഇരിക്കും അച്ഛാ? ഞാനത് ഉണ്ടാക്കി കാണിച്ചെന്നാൽ